ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി വെർട്ടബർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മാരുതിയിലാണ്. അപ്പോൾ എല്ലാ മാസവും നമ്മൾ ഇവിടെ വന്ന് വീഡിയോ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഈ മാസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഉള്ള മാസത്തെക്കാട്ടി കൂടുതൽ ഈ മാസം നമുക്ക് ഓഫർ അവൈലബിൾ ആണ്. മാർച്ച് മാസമാണ്, ഫിനാൻഷ്യൽ ഇയറിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ഓഫർ ഈ മാസം. എനിക്കൊന്നും ഇവിടെ മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ ഡീലർഷിപ്പുകളിലും ഇത്രത്തോളം ഓഫർ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ കടലിലേക്ക് വരാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു മാരുതിയുടെ ഷോറൂമിലാണ് നമ്മൾ ഇരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. വീഡിയോയിലേക്ക് കയറുന്നതിന് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു തരാം. 23 മോഡൽ വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. 23ലേക്ക് വരുന്ന സമയത്ത് സെലേരിയോ നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം 65,000 രൂപ വിലക്കുറവിൽ സെലേരിയോ സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. വാഗണോർ വരുന്നുണ്ട്. വാഗണോറിന് നമുക്ക് ഏകദേശം ഒരു 65,000 രൂപയ്ക്ക് അടുത്ത് ക്യാഷ് ഓഫർ 23 മോഡൽ വാഹനങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ സ്വിഫ്റ്റ് VX നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിന് ഏകദേശം ഒരു 40,000 രൂപയുടെ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. ഇത്രത്തോളമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഓഫർ. അതായത് 23 മോഡൽ വാഹനങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വിലക്കുറവിൽ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓഫർ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഓഫർ അവൈലബിൾ ആണ്. പിന്നെ 7 വർഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം നമുക്ക് അവൈലബിൾ ആണ്. മാക്സിമം ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു മാസം. അതുകൂടാതെ ഒന്നൊരു പ്രത്യേകത ഉള്ളതെങ്കിൽ ഫിനാൻസിൻ്റെ കാര്യം നേരത്തെ പറയാറുള്ളതാണ്. അപ്പോൾ ലേഡീസൊക്കെ സിംഗിൾ അപ്ലിക്കൻ്റ് ആയിട്ടും ലോൺ ചെയ്യാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് വീഡിയോസിൽ കണ്ടിന്യൂസിൽ പറഞ്ഞൊരു കാര്യമാണ്. വീണ്ടും അത് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ. ഇപ്പോൾ ലേഡീസ് ആരിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സിംഗിൾ അപ്ലിക്കൻ്റ് ആയിട്ട് ലോൺ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഒരാൾ നിർത്തേണ്ട കാര്യമൊന്നുമില്ല ലോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ താഴത്തെ നമ്പർ സുഹൃത്തിൻ്റെ നമ്പറാണ്, ആകാശ് എന്നാണ് സുഹൃത്തിൻ്റെ പേര്. ആകാശിനെ വിളിച്ചാൽ മതി. അതിൻ്റെ കാര്യങ്ങളെല്ലാം ആകാശ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കണ്ടലിലേക്ക് വരാം. അപ്പോൾ മെയിൻ കാര്യം ഞാനിത് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, അടുത്ത മാസം ഏപ്രിലാണ്. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുന്ന സമയത്ത് തന്നെ റോഡ് ടാക്സും കാര്യങ്ങളൊക്കെ കൂടാൻ നല്ല രീതിയിലുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഒരു 95% റോഡ് ടാക്സും കാര്യങ്ങളൊക്കെ കൂടും. 100% ഉറപ്പാണ്. എല്ലാ വർഷവും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാഹനത്തിൻ്റെ വില വർദ്ധിക്കും. റോഡ് ടാക്സ് ഒക്കെ മാറുന്ന സമയത്ത് വിലയിൽ നല്ല രീതിയിലുള്ള വേരിയേഷൻസ് വരും. ഇൻഷുറൻസ് എമൗണ്ടിന് അത് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പം നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു മാസം നല്ലൊരു അവസരം തന്നെയാണ്. ഇപ്പം നമ്മൾ ഡിസംബർ മാസത്തെക്കുറിച്ച് പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ് ഈ ഒരു മാർച്ച് മാസം. അപ്പോൾ കയ്യോടെ തന്നെ ഈ ഒരു മാസം വാഹനം ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 23 വാഹനങ്ങളുടെ കാര്യം പറഞ്ഞു. റോഡ് ടാക്സ് കൂടുന്നതിന് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് കണ്ടന്റിലേക്ക് വരാം. കണ്ടന്റിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ വാഹനം കേട്ടനാണ്. നമ്മുടെ ഈ ഒരു മാരുതി ലൈനപ്പിൽ കേട്ടനാണ് ഏറ്റവും എൻട്രി ലെവലായിട്ട് വരുന്ന വാഹനം. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ കഴിയുന്നൊരു വാഹനമാണ്. LXIയുടെ പ്രൈസ് വരുന്നത് 561 LXIയുടെ പ്രൈസ്. VXI ആണെങ്കിലോ 6,02,000 വരുന്നത്. VXI പ്ലസ് 636, അതായത് 560 തുടങ്ങി 636 വരെയാണ് ഓൾട്ടോ എന്ന വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൽ ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ ആണ്. VXIക്ക് 660, VXI പ്ലസിന് 694 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് ഓൾട്ടോയ്ക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഓഫറിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാനുവൽ ഓട്ടോമാറ്റിക് ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണും. ക്യാഷ് ഓഫർ മാനുവലിന് 40,000, ഓട്ടോമാറ്റിക്കിന് 45,000 വരുന്നുണ്ട്. അതായത് 560 വണ്ടി ക്യാഷ് ഓഫറോട് 40,000 രൂപ ക്യാഷ് ഓഫറോട് കൂടി നിങ്ങൾ സ്വന്തമായി കഴിഞ്ഞാൽ ഏകദേശം 520 റേഞ്ചിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അത് ചെറിയൊരു ഓഫറല്ല, നല്ല രീതിയിലുള്ള ഓഫർ നമുക്ക് ഓൾട്ടോ K10 അവൈലബിൾ ആണ്. എക്സ്ചേഞ്ച് 20,000 വരുന്നുണ്ട്. NRI 3, കോർപ്പറേറ്റ് 3. ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനുവലിന് 66,000, ഓട്ടോമാറ്റിക്കിന് 71,000 രൂപയുമാണ് ഈ മാസം നൽകിയിട്ടുള്ള ഓഫർ. നമ്മളൊരു 20,000 രൂപ അടച്ച് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. 5 വർഷത്തെ EMI ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 11,200 റേഞ്ചിലും 7 വർഷമാണെങ്കിൽ 8,700 റേഞ്ചിലുമാണ് വാഹനത്തിന് EMI വരുന്നത്. പിന്നെ 8 വർഷത്തെ ഫിനാൻസ് ആകുന്ന ചില ഫിനാൻസുകൾ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആവശ്യം വിളിച്ച് ചോദിച്ചിട്ട് കൺഫേം ആകും. അപ്പോൾ വീഡിയോക്കകത്ത് നമ്മളത് അത് കൺഫേം ആയിട്ട് നമ്മളങ്ങ് പറയുന്നില്ല. ഒരു പക്ഷേ നടന്നില്ലെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇതാവും. അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കുക 8 വർഷം വരെ കിട്ടുമെന്നുള്ളത്. നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്ത് ഒരു പക്ഷേ കിട്ടിയേക്കാം. അത്രയേ ഉള്ളൂ പറയാൻ അതിനകത്ത്. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഒരു 12,000 രൂപയുടെ ആക്സസറീസ് കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓഫറായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുന്ന കസ്റ്റമേഴ്സ് ജസ്റ്റ് ആകാശമുണ്ടെന്ന് പറഞ്ഞാൽ മതി. വീഡിയോ ഇട്ടാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരു 12,000 രൂപയുടെ ആക്സസറീസ് കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. എനിക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്താണ് വേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. മാറ്റോ അല്ലെങ്കിൽ ചിലപ്പം LXI എടുക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു സ്റ്റീരിയോ വേണമായിരിക്കും. അത് വേണം, അത് ചൂസ് ചെയ്യാം. ഒരു സെൻട്രലൊക്കെ വേണം ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ 12,000 രൂപയ്ക്കുള്ളിൽ എന്ത് കിട്ടും അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ആകാശിനെ വിളിക്കുന്ന സമയത്ത് അതൊന്ന് പറഞ്ഞു തന്നാൽ മതി. മറന്നുകൊണ്ട. അടുത്ത വാഹനം വരുന്നത് എക്സ്പ്രസ്സോയാണ്. ഈ എക്സ്പ്രസ്സോ ഒരുപാട് വർഷം കൊണ്ട് വരുന്നൊരു വാഹനമാണ്. നല്ലൊരു വാഹനമാണ്. ലേഡീസിനൊക്കെ പറ്റിയ ഏറ്റവും മികച്ചൊരു വാഹനങ്ങളിലൊന്നാണ് ഈ ഒരു എക്സ്പ്രസ്സോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു VXIയുടെ പ്രൈസ് 620. അപ്പോൾ LXIയുടെ പ്രൈസ് പറയേണ്ട കാര്യമില്ല. കാരണം അത് ഫീച്ചേഴ്സും ഒന്നുമില്ല. ആ ഒരു വാഹനം ഷോറൂമിൽ വരാറുമില്ല. LXI എന്നൊരു വാഹനം. VXI ആണ് ചൂസ് ചെയ്യുന്നത് കൂടുതൽ ആളുകളും.
VXI പ്ലസ് 654. ഇതിൽ തന്നെ രണ്ടിലും നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. 679 VXI, 712 VXI പ്ലസിനും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ക്യാഷ് ഓഫർ ഈ ഒരു വാഹനത്തിന് 40,000 വരുന്നുണ്ട് മാനുവലിന്. ഓട്ടോമാറ്റിക്കിന് 45,000 രൂപയുടെ ക്യാഷ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. എക്സ്ചേഞ്ച് 20,000 തന്നെ, ഓട്ടോമാറ്റിക്കായാലും മാനുവലായാലും 20,000 തന്നെയാണ്. NRI ആയിട്ട് 3,000 ആണ് വരുന്നത്, കോർപ്പറേറ്റ് ഓഫറായിട്ട് 3,000. ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനുവലിന് 66,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 71,000. നമ്മൾ എന്താണോ കേട്ടൻ്റെ ഓഫർ കണ്ടത് ആ ഒരു സെയിം ഓഫർ തന്നെയാണ് എക്സ്പ്രസോ എന്ന വാഹനത്തിനും ഈ മാസം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഏകദേശം ഒരു 12,000 രൂപയുടെ അക്സസറീസ് ഓഫർ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ആകാശനോട് ചോദിച്ചാൽ മതി, അത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഇനി അടുത്ത വാഹനം നമുക്കുള്ളത് സെലേരിയോ ആണ്. ഈ സെലേരിയോ നമുക്ക് ഒരുപാട് വർഷം കൊണ്ടുള്ള ഒരു വാഹനം തന്നെയാണ് സെലേരിയോ വരുന്നത്. കുറച്ച് നാൾ മുന്നേ അപ്ഡേഷൻസ് ഒക്കെ സംഭവിച്ചായിരുന്നു. ഒരു VXIയുടെ പ്രൈസ് 693 വരുന്നത്. ZXi 725, ZXi പ്ലസ് 781 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു VXI തൊട്ട് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. VXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ 750, ZXi ആണെങ്കിൽ 784, ZXi പ്ലസ് 840 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഫറിലേക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ഏകദേശം ഒരു 40,000 രൂപ മാനുവലിനും 45,000 രൂപ ഓട്ടോമാറ്റിക്കിനും നമുക്ക് ഓഫർ അവൈലബിൾ ആണ്. ഏകദേശം നമ്മൾ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് 20,000 വരുന്നുണ്ട്, NRI 3, കോർപ്പറേറ്റ് 3. ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 65,000 രൂപയ്ക്ക് അടുത്ത് മാനുവലിനും ഒരു 71,000 രൂപ റേഞ്ചിൽ ഓട്ടോമാറ്റിക്കിനും ഓഫർ അവൈലബിൾ ആണ്. നമ്മൾ എക്സ്പ്രസോ ഡൗൺ പേയ്മെൻറ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഒരു 20,000 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ എക്സ്പ്രസോ സ്വന്തമാക്കാം. 5 വർഷത്തേക്കാണെങ്കിൽ 12,500, 7 വർഷത്തേക്ക് 9,800 ആയിരിക്കും EMI വരുന്നത്. ഇത് സെലേറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് നമുക്കൊരു 30 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതിയാവും. 5 വർഷത്തേക്കാണെങ്കിൽ 14,000, 7 വർഷത്തേക്കാണെങ്കിൽ 11,000 റേഞ്ചിലും EMI വരും. നമ്മളിതൊരു ബേസ് മോഡൽ വെച്ചാണ് കണക്ക് കൂട്ടുന്നത്. പ്രൈസിനകത്ത് മാറ്റം വരുന്നതിനനുസരിച്ച് EMI ചെറിയ വേരിയേഷൻസ് സംഭവിക്കും. വേറെ കാര്യമൊന്നുമില്ല നമുക്ക് സെലേരിയെ കുറിച്ച് പറയാനായിട്ട്. സെലേരിയോ ഞാൻ ഈ പറഞ്ഞതുപോലെ 23 മോഡൽ വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് എത്രയാണ് ഓഫർ വരുന്നത്? ഏകദേശം 65,000 രൂപ റേഞ്ചിൽ നമുക്ക് ഓഫർ, ക്യാഷ് ഓഫർ അവൈലബിൾ ആണ്. അതായത് 693 VXIക്ക് 65,000 രൂപ ക്യാഷ് ഓഫർ കിട്ടും. ഇനിയുള്ള വാഹനം വാഗണോറാണ്. അപ്പോൾ എല്ലാ മാസവും നല്ല രീതിയിൽ സെയിൽസ് കൈവരിക്കുന്ന ഒരു വാഹനമാണ് വാഗണോർ. അതിനെക്കുറിച്ച് ആർക്കും യാതൊരു എതിരഭിപ്രായമില്ല. നല്ലൊരു വാഹനമാണ്, യാത്ര ചെയ്യാനായിട്ട് നല്ലൊരു വാഹനം തന്നെയാണ് വാഗണോർ. LXIക്ക് ഏകദേശം 650 പ്രൈസ് വരുന്നു, VXIക്ക് 710 റേഞ്ചിൽ പ്രൈസ് വരുന്നു, ZXi 750 വരുന്നു, ZXi പ്ലസ് 8,05,000 ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഇനി ഓട്ടോമാറ്റിക്കലി കടന്നു കഴിഞ്ഞാൽ 770 VXI, 8,08,000 വരുന്നുണ്ട്. ZXi 864, ZXi പ്ലസിനും ഓൺ റോഡ് വരുന്നു. ഇതിൻ്റെ ഓഫറിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാനുവലിന് ഏകദേശം 35,000, ഓട്ടോമാറ്റിക്കിന് 40,000 ക്യാഷ് ഓഫർ വരുന്നത്. എക്സ്ചേഞ്ച് 20, NRI 3, കോർപ്പറേറ്റ് 3. ടോട്ടലി 61,000 മാനുവലിനും 66,000 ഓട്ടോമാറ്റിക്കിനും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഡൗൺ പേയ്മെൻറ്റ് ഇതിന് നമുക്ക് കുറച്ചടച്ചാൽ മതിയാവും, 30,000 അടച്ചാൽ മതിയാവും. 30,000 കുറച്ച് പോലും ഇവിടെ വാഹനം ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം കണക്കാണ് പറഞ്ഞത്. പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറ്റങ്ങൾ വരും. ചെറിയ സിവിൽ സ്കോർ ഉള്ളവർക്ക് ഒരിക്കലും നമുക്ക് 30,000 തരാൻ പറ്റത്തില്ല. ഡൗൺ പേയ്മെൻറ്റിൽ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഈ ഒരു ഡൗൺ പേയ്മെൻ്റ് ഒക്കെ പറഞ്ഞാൽ ആരും വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി, ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഏകദേശം പറയുന്ന കാര്യങ്ങളാണ്. ഇതിൽ കുറച്ചും കിട്ടാം, ഒരു പക്ഷേ അങ്ങോട്ടും മാറ്റവും സംഭവിക്കാം. EMI വരുന്നത് ഒരു 5 വർഷത്തേക്കാണെങ്കിൽ 13,300, 7 വർഷമാണെങ്കിൽ 10,500 ആയിരിക്കും ഈ ഒരു വാഗണോർ എന്ന വാഹനത്തിന് EMI വരുന്നത്. അപ്പോൾ 7 എന്നുള്ളത് 8 വർഷത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ 10 താഴെ പോകും നിങ്ങൾക്ക് ഒരു മാസത്തെ EMI. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് വാഗണോറെ കുറിച്ച് പറയാനായിട്ട്. നമുക്ക് അടുത്തിലേക്ക് പോകാം. അടുത്ത വാഹനം നമുക്ക് വരുന്നത് സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് നോർമലി ഓഫർ നൽകാറില്ല, വളരെ കുറവാണ് സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ ഓഫർ നൽകാറുള്ളത്. LXi 717 പ്രൈസ്, VXi 835, ZXi 914, ZXi പ്ലസ് 998 നമ്മുടെ വാഹനത്തിന് ഓൺ റോഡ് വരുന്നു. ഓട്ടോമാറ്റിക് ആണെങ്കിൽ VXi 893, ZXi 973, ZXi പ്ലസ് 1056 ഓൺ റോഡ് വരുന്നു. ക്യാഷ് ഓഫർ 15 മാനുവലിനും 20 ഓട്ടോമാറ്റിക്കിനും, 20,000 എക്സ്ചേഞ്ച്, 3,000 കോർപ്പറേറ്റ്, 3,000 NRI. ഇത്രയുള്ള ഓഫർ 41,000 മാനുവലും 46,000 രൂപ ഓട്ടോമാറ്റിക്കിനും ഓഫർ വരും. ഡൗൺ പേയ്മെൻറ്റിന് 50 രൂപയെങ്കിലും മിനിമം അടയ്ക്കേണ്ടി വരും. 5 വർഷമാണെന്നുണ്ടെങ്കിൽ ബേസ് മോഡലിൽ 14,600, 7 വർഷമാണെങ്കിൽ 11,400 റേഞ്ചിൽ നമ്മുടെ വാഹനത്തിന് EMI വരും. അപ്പോൾ EMIക്കകത്ത് വേരിയേഷൻസും കാര്യങ്ങളൊക്കെ സംഭവിക്കും, ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. അതുപോലെ 23 സ്വിഫ്റ്റ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഏകദേശം 40,000 രൂപ ക്യാഷ് ഓഫറോടുകൂടി സ്വന്തമാക്കാനായിട്ട് സാധിക്കും. VXIയുടെ പ്രൈസ് എത്ര? 835. അതിൽ നിന്ന് 40,000 രൂപ കുറഞ്ഞ് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കി എടുക്കാവുന്നതാണ്. ഇതിനകത്തൊക്കെ നമുക്ക് അക്സസറീസ് ഓഫർ അവൈലബിൾ ആണ്. നേരത്തെ എക്സ്പ്രസോയ്ക്ക് വാഗണോറിനെ പറഞ്ഞില്ലെന്ന് തോന്നുന്നു, അതിനും നമുക്ക് ഓഫർ അവൈലബിൾ ആണ്. 12,000 രൂപയുടെ അക്സസറീസ് ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഡിസയർ എന്ന വാഹനമാണ്. ഡിസയർ എനിക്ക് ഇടയ്ക്കെപ്പോഴേക്കും ഓഫർ നൽകിയിട്ടില്ല, പക്ഷേ ഈ മാസം നമുക്ക് ഓഫർ വരുന്നുണ്ട്. മാനുവലിന് 10, ഓട്ടോമാറ്റിക്കിന് 15. എക്സ്ചേഞ്ച് 15, NRI 3, കോർപ്പറേറ്റ് 3. ടോട്ടലി 31 മാനുവലിനും 36 ഓട്ടോമാറ്റിക്കിനും ഓഫർ നമുക്ക് അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത് ഡിസയറിന് LXi 784, VXi 892, ZXi 972, ZXi പ്ലസ് 1056 ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഇനി ഓട്ടോമാറ്റിക് നോക്കിക്കഴിഞ്ഞാൽ 951 VXi, 1036 ZXi,
1114 ZX പ്ലസ്. ഇത് നമ്മളൊരു 50,000 രൂപ മിനിമം നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണം. 5 വർഷമാണെങ്കിൽ ഏകദേശം ഒരു 16,200 റേഞ്ചിൽ നമുക്ക് EMI വരും. 7 വർഷമാണെങ്കിൽ ഏകദേശം ഒരു 12,500 റേഞ്ചിൽ നമ്മുടെ വാഹനത്തിന് EMI വരുന്നുണ്ട്. വേറെ ഇനി പറയാനുള്ള വാഹനങ്ങൾ ബ്രസ വരുന്നുണ്ട്, എർട്ടിക വരുന്നുണ്ട്, ഈക്കോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രസയെ എർട്ടികയും തൽക്കാലം അങ്ങോട്ട് മാറ്റി നിർത്താം. ലാസ്റ്റ് പറയാം. ഈക്കോയിലേക്ക് വരാം. ഈക്കോയിലേക്ക് വരുന്ന സമയത്ത് ക്യാഷ് ഓഫർ 20,000 എക്സ്ചേഞ്ച് 10, NRI 3, കോർപ്പറേറ്റ് 3, മൊത്തത്തിൽ 36,000. അപ്പോൾ ഈക്കോയുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റു വാഹനങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. വാഹനങ്ങൾ വരുന്നുണ്ടെന്നാൽ അത്ര സക്സസ് ഒന്നുമല്ല വാഹനങ്ങൾ. നല്ല രീതിയിൽ സെയിൽ വരുന്നൊരു വാഹനമാണ്. 5 സീറ്റർ AC 679, 7 സീറ്റർ 671. 7 സീറ്ററിനകത്ത് നമുക്ക് AC നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. 7 സീറ്റർ വാഹനമായിരിക്കും. അത് AC നോൺ AC വാഹനമാണ് വരുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ AC ചെയ്യാവുന്ന 40-50 റേഞ്ചിൽ കോസ്റ്റ് വരും. അപ്പോൾ 7 സീറ്റർ വേണമെന്നുള്ളവർക്ക് അതെടുത്തിട്ട് ആഫ്റ്റർ മാർക്കറ്റ് AC ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ക്യാഷ് ഓഫർ 20, എക്സ്ചേഞ്ച് 10, NRI 3, കോർപ്പറേറ്റ് 3. ഞാൻ നേരത്തെ പറഞ്ഞു. ഡൗൺ പേയ്മെൻറ്റ് 40,000 രൂപയിൽ അടയ്ക്കേണ്ടി വരും. 5 വർഷമാണെങ്കിൽ 14,000 റേഞ്ചിലും 7 വർഷമാണെങ്കിൽ 10,800 റേഞ്ചിലും ഈ ഒരു വാഹനത്തിന് EMI വരും. വേറെ കാര്യങ്ങളൊന്നും ഈക്കോയെക്കുറിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഇനി വരുന്ന എർട്ടികയാണ്. എർട്ടികയ്ക്ക് നമുക്ക് ഒരിക്കലും ഓഫർ നൽകാറില്ല, ഇതുവരെ നൽകിയിട്ടില്ല. എൻ്റെ അറിവിൽ ഓഫർ എനിക്ക് തോന്നുന്നു എക്സ്ചേഞ്ച് ബോണസ് നൽകിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ ഓർമ്മയിലില്ല. അപ്പം അതിന് ഓഫർ വരാറില്ല. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് LXI 1032 ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം 14 ലക്ഷവും ഓൺ റോഡ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വരുന്നുണ്ട് 1363 മുതൽ 1579 വരെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 വേരിയൻസുകൾ വരുന്നുണ്ട്. VX ആണെങ്കിൽ 1166, ZX 1327 മാനുവലിൻ്റെ ഓൺ റോഡ് പ്രൈസ്. ഡൗൺ പേയ്മെൻറ്റ് ഒരു 80 തൊട്ട് 1 രൂപ വരെയെങ്കിലും മിനിമം നിങ്ങൾ അടയ്ക്കേണ്ടി വരും. 5 വർഷമാണെങ്കിൽ 21,000 റേഞ്ചിൽ വരും. 7 വർഷമാണെങ്കിൽ 16,000, 17,000 റേഞ്ചിൽ നമുക്ക് EMI വരും. വേറൊന്നുമില്ല. എർട്ടികയെക്കുറിച്ച് പറയാനായിട്ട് 7 സീറ്ററാണ്. പ്രത്യേകിച്ച് ഓഫർ നൽകാറില്ല. ആ ഒരു വാഹനം അത്യാവശ്യം ഡിമാൻഡുമാണ് ആ വാഹനം. ഇനിയുള്ള ബ്രസയാണ്. ലാസ്റ്റ് വാഹനം ബ്രസയ്ക്ക് നമുക്ക് ഓഫറും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 994 മുതലാണ്. ടോപ്പ് എൻഡ് 1526 പ്രൈസ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് 1347 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോപ്പ് എൻഡ് 1694. അതായത് 10 ലക്ഷത്തിനുള്ളിൽ തുടങ്ങി 17 ലക്ഷം വരെയാണ് ആ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഏത് വേരിയൻറ്റ് വേണം ആ ഒരു വേരിയൻറ്റ് ചൂസ് ചെയ്യാം. ബേസ് മോഡലിൽ തൊട്ട് തന്നെ നമുക്ക് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇതിൽ സെൻട്രൽ ലോക്കും 4 ഡോർ പവർ വിൻഡോ ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബേസ് മോഡലിൽ തൊട്ട് തന്നെ പ്രൊഡക്റ്റിൽ വരാം. ഇതെല്ലാം നമുക്ക് ബ്രസയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ബേസ് മോഡൽ വേണമെന്നുള്ളവർക്ക് അതും ചൂസ് ചെയ്യാവുന്നതാണ്. 10 ലക്ഷം രൂപയ്ക്കുള്ളിൽ അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നിൽക്കുന്നതാണ്. 1.5 ആണ് എഞ്ചിൻ വരുന്നത്. ഡൗൺ പേയ്മെൻറ്റ് ഒരു 80 തൊട്ട് 1 വരെ അടയ്ക്കേണ്ടി വരും. 5 വർഷമാണെങ്കിൽ 20,500, 7 വർഷത്തേക്ക് 16,000. എർട്ടിക്കയുടെ ആ ഒരു സെയിം പ്രൈസ് റേഞ്ചൊക്കെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ EMIക്കകത്തും വലിയ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് 23 മോഡൽ വാഹനങ്ങളുടെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞതാണ്, സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, പ്രൈസ് മാറുന്നതാണ്. അപ്പം ഈ ഒരു മാർച്ച് മാസം എല്ലാവർക്കും അറിയാവുന്നതാണ്, അതെല്ലാം അറിയാം. ഈ ഒരു സമയത്ത് ഒരുപാട് പേര് വാഹനങ്ങൾ വാങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു മാർച്ച് മാസം. അപ്പം റോഡ് ടാക്സ് കൂടുന്നുണ്ട്, പ്രൈസ് കൂടുന്നതിന് മുമ്പ് വാഹനം സ്വന്തമാകും. അപ്പോൾ ജനുവരി മാസം സമയത്ത് എനിക്കൊന്ന് പ്രൈസ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത പ്രൈസ് ഹൈക്ക് വരുന്നത് എപ്പോഴാണ്? മാർച്ച് മാസത്തിലാണ് അടുത്ത പ്രൈസ് ഹൈക്ക് വരുന്നത്. അപ്പോൾ അതും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കൈയോടെ തന്നെ വാഹനം സ്വന്തമാക്കാൻ നോക്കുക. നല്ല ഓഫർ നൽകുന്നത് ഡിസംബർ മാസത്തിൽ നൽകിയതിനെക്കാട്ടി കൂടുതൽ ഓഫർ ഈ മാസം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ വർഷത്തെ വണ്ടിയും കിട്ടും, ഇത്രയും ഓഫറും കിട്ടും. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് ഈ മാസം എടുക്കുന്നതിൻ്റെ. വെറുതെ അടുത്ത മാസം ഇത്രയും ഓഫറും കാണത്തില്ല. ഇപ്പോൾ ഓൾട്ടോയുടെ കാര്യം എടുത്ത് 40,000 ഒക്കെ ഓഫർ വരുന്നത്. അടുത്ത മാസം അപ്പോൾ 20,000, 25,000 കാണത്തുള്ളൂ. ഒരു പ്രൈസും കൊടുക്കണം. അപ്പോൾ 10,000 പ്രൈസും കൊടുക്കും. ഏകദേശം ഒരു 40,000-45,000 രൂപ നഷ്ടമാണ് അടുത്ത മാസം എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ എടുക്കാൻ നോക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. വേറൊന്നുമില്ല. അപ്പം പിന്നെ നെക്സയുടെ വാഹനങ്ങൾ നമുക്ക് ഈ ഒരു ഷോറൂമിൽ തന്നെ നമുക്ക് അവൈലബിൾ. അപ്പോൾ നെക്സ കാറ്റഗറി വരുന്ന ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ആകാശിനെ വിളിക്കാവുന്നതാണ്. അപ്പോൾ വേറൊന്നുമില്ല പറയാൻ. ഇപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം. അതിലെല്ലാ കൂട്ടുകാർക്കും ബൈ.